ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ പേര് ചോദിക്കാറുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ എന്നിലേക്ക് അഡിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അഡിക്റ്റ് ആക്കുക എന്ന് പറയുമ്പോൾ അത് നല്ലതും ഉണ്ട്, ചീത്തയുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ അവരെ വളരെ സ്നേഹത്തോടെ മീൻസ് ആ ഒരു സ്നേഹം കൊണ്ട് അഡിക്റ്റ് ആക്കാൻ നോക്കുന്നത് വളരെ ബെറ്ററാണ്, നല്ല കാര്യമാണ്. അതല്ലാതെ നമ്മൾ അവരെ നമ്മളിലേക്ക് അഡിക്റ്റ് ആക്കി നമ്മൾ മിസ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര മോശമുള്ള കാര്യം. അപ്പം നല്ല രീതിയിലുള്ള ചിന്ത കൊണ്ടാണ് നിങ്ങൾ അഡിക്റ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഹെൽത്തി ആയിട്ട് ഒരു വ്യക്തിയെ നമ്മളിലേക്ക് കുറച്ചുകൂടി അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് അവർക്ക് തന്നെ ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോൾ ആൾ ഭയങ്കര സേഫാണ്, ഇമോഷണലി ആൾ ഒത്തിരി സേഫ് ആണെന്നുള്ള ഒരു ഫീല് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഇപ്പം അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ കേട്ടിരിക്കുക. നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി അങ്ങോട്ട് തിരിച്ച് സംസാരിക്കും. അതങ്ങനെയൊന്നല്ല, നീ തെറ്റിദ്ധരിച്ചതിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവർ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് പറയാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് അവരും മറ്റാരെങ്കിലും തമ്മിലുള്ള ഒരു പ്രശ്നം പറയുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഇവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവരുടെ അടുത്ത് നിന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ പറയരുത്, കേട്ട് നിൽക്കുക. എന്നിട്ട് പിന്നീടാണ് നമ്മൾ ആ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെന്തെങ്കിലും കാര്യം നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ ജഡ്ജ് ചെയ്യരുത്. പകരം അവർ പറയുന്ന സമയത്ത് നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് പറയും. അപ്പൊ അവർക്കൊരു സപ്പോർട്ട് ഫീൽ ചെയ്യും, നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് വരും എന്നുള്ളതാണ്. സോ ഇമോഷണലി ആള് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് സേഫ് ആണ്, ഹാപ്പി ആവുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ ആൾക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നെക്സ്റ്റ് ടൈം നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, നിങ്ങളോട് ഇരിക്കാൻ വേണ്ടിയിട്ടും ആൾക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടാവും. അതായത് പിന്നീട് നിങ്ങളെ കാണാതിരിക്കുന്ന സമയത്ത് നിങ്ങളെ മിസ് ചെയ്യും, കാണണം തോന്നും, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നിങ്ങളോട് ആ കാര്യം ഒന്ന് പറയണം തോന്നും. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ മനസ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വളരെ ഈസി ആയിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ സേഫ്റ്റി ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഫീല് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അറ്റൻഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ പ്രസൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് അവരെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിന്റെ ആവശ്യമില്ല, പക്ഷേ നിങ്ങളുടെ പ്രസൻസ് അത് വളരെ നല്ല രീതിയിൽ അവർക്ക് നല്ല ഓർമ്മകൾ ഉള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ്. വളരെ റെയർ ആയിട്ട് മാത്രം നിങ്ങൾ അവർക്ക് വലിയ ജെന്യൂൻ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുത്താൽ മതി, എപ്പോഴെങ്കിലും കൊടുക്കുക. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും അവരോട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുക, എപ്പോഴും അവരെ ശ്രദ്ധിക്കുക, ഭയങ്കരമായിട്ട് കെയർ ചെയ്യുക. അപ്പോൾ അവർക്കതൊരു മടുപ്പ് ഫീൽ ചെയ്യും, എപ്പോഴും ഇങ്ങനെയാണെന്നുള്ളൊരു സംഭവം. സോ പുതുമ അവർക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. പുതുമ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും മാത്രം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ആ ഒരു കെയറിങ് അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് മാത്രം കിട്ടുമ്പോൾ അതിന് വളരെയധികം പ്രാധാന്യം കൂടുതലായിരിക്കും. മാത്രമല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെ അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങൾ ഒരു അറ്റൻഷൻ കൊടുക്കണമെന്ന് പറയുന്നില്ല, ബട്ട് നിങ്ങളുടെ പ്രസൻസ് അത് കുറച്ച് വാല്യൂ ഉള്ളതാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് വാല്യൂ കാണിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലൈഫും നിങ്ങളുടേതായിട്ടുള്ള ഗോൾസും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് വേണം നിങ്ങൾ അവരുടെ മുമ്പിൽ കാണിക്കാനായിട്ട്. ആ രീതിയിൽ ബിഹേവ് ചെയ്യുക. അതല്ലാതെ ഫുൾ ടൈം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത് നല്ലതല്ല. അങ്ങനെ നിങ്ങൾ അവർക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആയി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് വലിയ രീതിയിലുള്ള ഒരു ഇഷ്ടമോ വാല്യൂ തോന്നാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട്, നമുക്ക് മറ്റു പല കാര്യങ്ങളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഗോൾസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അതെല്ലാം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ വേണം നിങ്ങൾ ബിഹേവ് ചെയ്യാനായിട്ട്. മാത്രമല്ല നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസും സെൽഫ് റെസ്പെക്റ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നോർമലി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും, വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു പേഴ്സണോട് നമ്മൾ പെട്ടെന്ന് അട്രാക്റ്റ് ആയിട്ട് പോകുന്നുള്ളതാണ്. അതായത് നമുക്ക് പെട്ടെന്ന് അവരോട് ഒരു ഇഷ്ടം തോന്നും, ഒരു ആകർഷണം തോന്നാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് അവരുടെ കോൺഫിഡൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അത് പൊതുവെ അങ്ങനെയാണ്. അത്രയധികം കോൺഫിഡൻസ് ഉള്ള ആളുകളെ മറ്റുള്ളവർ ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ എന്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്.
അങ്ങനെ ആകുമ്പോൾ അത് കുറച്ച് അഡിക്റ്റീവ് ആണ്. അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് മീൻസ് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സണെ അഡിക്റ്റ് ആക്കാനുള്ള സാധ്യത കൂടുതലാക്കുന്ന ഒരു കാര്യമാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് മിസ്റ്റീരിയസ് ആയിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മുന്നും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കുറച്ച് മിസ്റ്റീരിയസ് ആയിരിക്കുക എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നത് എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ സെക്കൻഡിൽ തന്നെ അവരെ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ പറയേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ നിങ്ങൾ ഒരു സസ്പെൻസ് ആക്കി വെക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്ന സമയത്ത് അതിന്റെ ബാക്കി അറിയാം, അല്ലെങ്കിൽ ഇനി എന്താ സംഭവിച്ചത്, എന്തുണ്ടായെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കാണുമ്പോൾ അറിയാം എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വരും. സോ നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളായിട്ട് മാറുകയാണ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മിസ് ചെയ്യും എന്നർത്ഥം. അപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയരുത്. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റാണ് എന്നുണ്ടെങ്കിൽ, അത് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന കാര്യമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് പറയാം എന്ന് പറഞ്ഞ് നിങ്ങൾ നീട്ടി വെക്കരുത്. അത് കുറച്ച് ശരിയല്ലാത്തൊരു കാര്യമാണ്. കാരണം പിന്നീട് അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് സഹിച്ചൊന്നും വരില്ല. മാത്രമല്ല അത് നിങ്ങൾ പറഞ്ഞിട്ടല്ല, മറ്റാരെങ്കിലും പറഞ്ഞിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് വളരെ എന്താ പറയുക, റിലേഷൻഷിപ്പിൽ ഇല്ലാണ്ടാക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ നിൽക്കരുത്. അതല്ലാതെ മറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെ എന്തൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ അവരോട് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കുറച്ചൊക്കെ സസ്പെൻസ് ആക്കി വെക്കുക, മിസ്റ്റീരിയസ് ആയിരിക്കുക. അതാണ് നിങ്ങളുടെ വാല്യൂവും നിങ്ങളോടുള്ള അട്രാക്ഷനും ഒക്കെ കൂട്ടാനുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത്. ഇനി അഞ്ചാമതൊരു പോയിന്റ് എന്ന് പറയുന്നത്, അവര് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ഇമോഷണലി ഹാപ്പി ആവുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതായത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്തൊക്കെ ആള് ഹാപ്പി ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഹാപ്പി ആക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അതായത് അതിനു വേണ്ടി ട്രൈ ചെയ്യാം. നമ്മൾ ഹാപ്പി ആക്കുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ റിലീസ് ആവുമ്പോൾ നോർമലി നമുക്ക് ആ ഒരു പേഴ്സണിൻ്റെ അടുത്ത് ഒത്തിരി ഇഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ കുറേയൊക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് അവരെങ്ങനെയാണോ കുറച്ചുകൂടി സന്തോഷമുള്ളൊരു പേഴ്സൺ ആക്കാൻ പറ്റുന്നത് ആ രീതിയിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് ഫാമിലി ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, കുറേ പേരുണ്ടാവും. പക്ഷേ നമ്മൾ പ്രണയിക്കുന്ന ഒരാളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഫീലും വൈബും ഒക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷെ അത് പോസിറ്റീവായ രീതിയിലാവും, നെഗറ്റീവായ രീതിയിലും ആയിരിക്കും. ചിലർക്ക് ഒത്തിരി ഹാപ്പിനെസ് ആയിട്ട് അത് ഫീലിംഗ് ഉണ്ടാവും. ചിലർക്ക് എന്ന് പറയുമ്പോൾ വരണ്ടായിരുന്നു, ആളുടെ കാണണ്ടായിരുന്നു എന്നൊരു തോന്നലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ രീതിയിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത്. അതായത് ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എപ്പോഴും കൂടെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത കൊണ്ടുവരാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഇമോഷണലി ആളെ ഒത്തിരി ഹാപ്പി ആക്കുന്ന, സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുക. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന അത്രയും സമയം ആൾ ഹാപ്പി ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താനും കൂടി ശ്രമിക്കാം. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അപ്രിസിയേഷൻ ആണ്. അപ്രിസിയേഷന് വളരെയധികം പ്രാധാന്യമുണ്ട് എല്ലാ റിലേഷൻഷിപ്പിലും. അത് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സോ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഒരു അപ്രിസിയേഷൻ നൽകുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ആളെ ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചെറുതായി പോയാലോ, ഒരു ഈഗോ പ്രശ്നം പലർക്കും ഉണ്ടാവാറുണ്ട്. റിലേഷൻഷിപ്പിൽ ഈഗോയുടെ ആവശ്യമില്ല. നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്യുക. അങ്ങനെ ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെയാണ് നല്ലത്. നേരെ മറിച്ച് അവർ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ഒരു രീതിയിലും അവരെ അഭിനന്ദിക്കുന്നില്ല, അവർ ചെയ്യുന്നതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ വെറുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ബാക്കിയുള്ള റിലേഷൻഷിപ്പുകളൊക്കെ പോട്ടെ, ബട്ട് ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അപ്രിസിയേഷൻ നിങ്ങൾ മറക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറച്ചുകൂടി കൂട്ടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അഡിക്റ്റ് ആക്കാം. ഈ അഡിക്റ്റ് ആക്കാം എന്നൊക്കെ പറയുമ്പോൾ പലരും വളരെ തെറ്റായ രീതിയിൽ എടുക്കാറുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന അഡിക്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളില്ലാതെ ആൾക്ക് പറ്റില്ല എന്ന രീതിയിലേക്ക് ആളെ എത്തിക്കുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് സ്നേഹം കൊണ്ട് മാത്രമാണ്, സ്നേഹത്തോടെ മാത്രമാണ്. അതല്ലാതെ വളരെ മോശമായ രീതിയിലൊന്നും നിങ്ങൾ ഇതിന് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ വേർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാം. അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആ റിലേഷൻഷിപ്പ് മാറ്റാനായിട്ട് കഴിയും. സോ എല്ലാവരും ഇത് ഫോളോ ചെയ്യും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്